ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നിങ്ങൾ റീല് കാണുന്നത് ശ്രദ്ധിച്ച് വേണം. നിങ്ങൾക്ക് ഇങ്ങനത്തെ റീല് വരുന്നുണ്ടെങ്കിൽ എന്തിന്റെയൊക്കെ അസുഖം, എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ് വരുന്നത് റീൽ അസുഖം. പിന്നെ ഇങ്ങനെ ഹെയറിന്റെ എന്ന് വെച്ചാൽ ഹെയറിന്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്താണ് ഇങ്ങനെ എന്തൊക്കെയോ ക്ലിപ്പ് കുത്തുന്ന രീതിയിൽ ഹെയർ, നമ്മൾ ഇതൊന്നും കണ്ടിട്ടുകൂടെ ഇല്ല. ഇത് നമുക്ക് നമ്മുടെ തന്നെ ഹെയർ ആണ്. എന്നിട്ട് നമ്മളെ ഇതെല്ലാം നമ്മളൊന്നും കാണുന്ന പോലും ഇല്ല. നമുക്ക് ഇപ്പൊ അറിയാം ഈ റീല് കാണരുതെന്ന്. അഥവാ ഒന്ന് നമ്മളൊന്ന് ഇതാക്കി പോയ ഉടനെ റീലിൽ വന്നുപോയ ഉടനെ തുടങ്ങും നമ്മുടെ തലയിലോട്ട് ലേസർ അടിക്കാൻ. ഈ ഭാഗത്തോട്ട് ലേസർ അടിച്ച് കൂടി പൊഴിക്കുക, വോളിയം കുറയ്ക്കുക, ഇതൊക്കെയാണ് വേദനകൾ. നമ്മുടെ തലയിലെ വോളിയം കുറയ്ക്കുക, തലയുടെ ഹെയറിന്റെ വോളിയം കുറയ്ക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ ലേസർ അടിച്ചിട്ട് നമ്മുടെ ഈ വാട്ടർ കണ്ടന്റും അതൊക്കെ കുറച്ചിട്ട് പിന്നെ പൊഴിക്കുകയും ചെയ്യും. അപ്പോഴത്തേക്ക് ഇവിടുന്ന് ഫുള്ള് പോകും. അതുപോലെ വെള്ളത്തിനകത്ത് ആസിഡ് കലക്കും. ഇതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ആസിഡ് കലക്കുക വെള്ളത്തിനകത്ത്. ഇവർ ഇങ്ങനെ വാങ്ങിച്ച് വെക്കും ആസിഡ്. എന്നിട്ട് നമ്മൾ അതാണ് ഞാൻ മോട്ടർ ഓൺ ആക്കുന്നതിനെ ഓഫാക്കി വെക്കും. മനസ്സിലായില്ലേ? എനിക്ക് ഓഫാക്കി വിടുന്ന ഇവര് കലക്കി ഇട്ടിരിക്കുകയാണ് ഈ ആസിഡ്. അപ്പം അതുപോലെ നമ്മുടെ നെയിൽസ് ഒക്കെ ഇതുപോലെ ആസിഡ് ഒഴിച്ചിട്ട് കളയും. ആസിഡിന്റെ ഇഫക്ട് കാരണം നമ്മുടെ നെയിലൊക്കെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വല്ലാതെയാണ് പോകുന്നത്, ഉരുകി പോകുന്ന പോലെയാണ് നമ്മുടെ നെയിലൊക്കെ പോകുന്നത്. അപ്പോഴേ നമുക്ക് അറിയാം ഇങ്ങനെ. ഇന്നലെ അങ്ങനെയാണ് ഞാൻ പിന്നെ അത് ഷേപ്പ് ചെയ്തെല്ലാം റെഡിയാക്കി. ഇങ്ങനെ ഫുള്ള് നമ്മുടെ നഖം കളയണം, നമ്മുടെ മുടി കളയണം. ഭയങ്കര രോഗമാണ്, എന്തൊക്കെയോ ക്രിമികരിയാണ്, ഭയങ്കര രോഗമായിട്ടിരിക്കുകയാണ്. എന്തോ എന്താണ് പിന്നെ ഒരവന് നമ്മുടെ വയസ്സ് പറയണം. ചിലരുടെ വയസ്സ് ഇങ്ങനെ തന്നെ. ഞാൻ പറയാനാണെങ്കിൽ എന്റെ പാർട്ട്ണർ അവരുടെ വീട്ടുകാർ വയസ്സ് കറക്റ്റായിട്ട് പറയത്തില്ല. ഭയങ്കര ഇന്നൊരു വയസ്സ് നാളെ ഒരു വയസ്സ് അങ്ങനെയാണ്. ഭയങ്കര തെളിവുകളുണ്ട്. അവരുടെ വയസ്സൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ആവുന്ന ഒരു പറയുന്നതിനേക്കാൾ 20 വയസ്സ് കൂടുതൽ കാണും. അതുപോലെയാണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം അറിയാം. അവർക്ക് സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പിന്നെ പറയുക വേണ്ട, അറിയാമല്ലോ. ചില ആൾക്കാർ വയസ്സ് പറയത്തില്ല. എന്നിട്ട് നിന്റെ വയസ്സ് എത്രാടി ഇവന്മാര് നമ്മളോട് ചോദിക്കുന്നത്. ഇവന്മാരെ മുതുക്കടിച്ച് 80-നും മേളിലായി, എന്നാലും നമ്മളോട് ചോദിക്കുന്നതാണ് നിന്റെ വയസ്സ് എത്രാടി എന്ന് ചോദിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എന്തൊക്കെയോ ഒന്ന് വരുത്തണം നമ്മുടെ വയസ്സ്. അതുപോലെ നമ്മൾ ഡിവോഴ്സ് ചെയ്തവന്റെ പേര് പറയുക. നമ്മുടെ കൊച്ചെന്തേടി, ഒത്തിരി എടുത്തുകൊണ്ട് കൊച്ചുങ്ങൾ അച്ഛനെ ഒക്കെയും ചിലവരും അമ്മയെ ഒക്കെയും അതൊക്കെ കൊച്ചുങ്ങൾ ഇഷ്ടമാണ്. നമുക്ക് ഇൻസിസ്റ്റ് ചെയ്തൊന്നും ഇതാക്കാൻ പറ്റില്ല. പിന്നെ ഇതാണ് മുടി കൊഴിക്കുക, നഖം കളയുക, ലേസർ വെച്ചാണ് ഈ മുടി കൊഴിക്കുന്നത്, ആസിഡും. അതുപോലെ നഖവും ഇതെല്ലാം ഉരുകിപ്പോവും. തെളിവുണ്ട്. ഇനി എന്നാ ഉരുക്കുന്നതെന്ന് വെച്ചാൽ ഈ നഖം ഞാൻ എന്റെ ഫോട്ടോ എടുത്തേക്കും. കാരണം നഖം ഒന്നിലിങ്ങനെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഒടിഞ്ഞു പോവാണെങ്കിൽ ഇതങ്ങനെയല്ല. ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മുടെ നഖത്തിന്റെ കനമെല്ലാം കുറഞ്ഞിട്ട് ഇങ്ങനെ കടിച്ചു മുറിച്ച് വെച്ചിരിക്കുന്ന പോലെ, ഇങ്ങനെ ഉരുകി പോകുന്ന പോലെ. അത്രയ്ക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ആരാണെന്ന് അറിയത്തില്ല ഇതിന്റെ മണ്ടയ്ക്ക് കയറുന്നത്. കുറച്ച് അവന്മാരുണ്ട് ഇവിടെ ഇതെല്ലാം ചെയ്യുന്നവന്മാര്. അത് അവന്മാരൊക്കെ അറിയാം. അവന് ഭയങ്കര രോഗമാണ്. നമ്മളോട് അതിന് കുറെ കാശൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന കുറെ കള്ളന്മാരൊക്കെയാണ്. കുറെ അവന്മാരുണ്ട്. പിന്നെ തെക്കൂന്ന് വരുന്നവർ, കുറെ തെക്കൂന്നല്ല വടക്കൂന്ന് കുറെ അവന്മാർ. നമുക്ക് ഇവന്മാരൊക്കെ അറിയാം. ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ നോക്കി പോകും ചിലവര്. ഭയങ്കര രോഗമായി അവന്മാർക്ക്. അത് നമ്മൾ കേൾക്കത്തില്ല. നമ്മൾ സൂപ്പറായിട്ട് പപ്പയ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. നല്ല പപ്പയ. നമ്മൾ ഇതാണ് കഴിക്കുന്നത് രാവിലെ. പിന്നെ ഒരു 1:30-2 മണിയാകുമ്പോഴേ കഴിക്കത്തുള്ളൂ ഫുഡ്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ബ്ലോട്ടിംഗ് ഗ്യാസ് അല്ലെ തന്നെ അടിച്ചങ്ങ് ഇതാക്കുക. നമ്മൾ 34ന്റെ ബ്രാൻഡ് ഇനി 32 ആക്കണം. അതാണ് നമ്മുടെ മോട്ടോ, ഗോൾ ആൻഡ് മോട്ടോ. വളരെ കിടക്കില്ല. ഷുഗർ തൊടുന്നേ ഇല്ല. ഷുഗർ അവോയ്ഡ്. ഒരു പിഞ്ച് ഷുഗർ പോലും കഴിക്കുന്നില്ല. രാവിലെ ചായ കുടിക്കത്തില്ല. ഫുള്ള് ഒന്നും വെള്ളം മാത്രം. ഈ പപ്പയെ മനസ്സിലായില്ലേ? 2 o'clock till 1:32.
അപ്പൊ തന്നെ നമ്മുടെ ഒരു ദിവസം തന്നെ ഒരു രാത്രിയിൽ ഫുഡ് കഴിച്ചില്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ കഴിക്കുന്നില്ല. കഴിച്ചില്ലെങ്കിൽ തന്നെ അരപ്രാവിന്റെ തൂക്കം കുറയുന്നു. അപ്പൊ നമ്മൾ അങ്ങനെ അത്ര ഇപ്പൊ ഒരു മാസത്തിൽ കൂടുതലായി തുടങ്ങിയിട്ട്. എപ്പോഴേ ഇതിന്റെ പകുതിയാവണ്ടേ ഇവന്മാർ ഇങ്ങനെ ഗ്യാസ് അടിക്കുന്നുണ്ട്. ഇവന്മാർ നമ്മളെ കുറഞ്ഞു വരുമ്പോഴത്തേനും പിന്നെയും ഗ്യാസ് അടിക്കും. ഇത് ഗ്യാസ് അടിച്ചായിരിക്കും ഇവന്മാർക്ക് ഭയങ്കര കുഴപ്പമാണ്. മനസ്സിലായില്ലേ? കുടിക്കോമേ എന്താ ഇല്ലല്ലോ ഇവിടെ ഇല്ല. ഇല്ല ഇല്ല. വൈകിട്ട് പോയില്ല. വൈകിട്ട് പോകുന്നില്ല. വൈകിട്ട് പോകുന്ന വൈകിട്ട്